നിങ്ങളൊരു മത്തി ഫാൻ അല്ലെങ്കിൽ പോലും ഇതുപോലെ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു മത്തി ഫ്രൈ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ മറ്റൊരു കറിയും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഗ്യാസ് ഓൺ ചെയ്യാതെ തന്നെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് മസാലയൊക്കെ ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 10 ചെറിയുള്ളി ചതച്ചത്, കുറച്ചധികം കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയുള്ളിയുടെയൊക്കെ പച്ച ടേസ്റ്റ് ഒന്ന് പോയാൽ ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മസാല ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മത്തിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരഞ്ഞെടുത്തിട്ടുള്ള മത്തി ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഒരു 13 മത്തിയോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാലയൊക്കെ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി മുകളിലൂടെ ഇട്ടിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. എത്രത്തോളം മൊരിയിക്കണമെന്നുള്ളത് നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ചെറിയ മസാലയോട് കൂടിയിട്ട് അങ്ങനെ കഴിക്കാനും അല്ലെങ്കിൽ നന്നായിട്ട് മൊരിയിച്ച് കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ചുകൂടി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറി ഇല്ലാതെ തന്നെ ഇത് മാത്രം കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.